മണി മാജിക്കിലേക്ക് സ്വാഗതം. ഭാരതീയ സംസ്കാരത്തിൽ സ്വർണം എന്നത് വെറുമൊരു ലോഹമല്ല, മറിച്ച് അതൊരു വികാരമാണ്. വിവാഹങ്ങൾക്കും വിശേഷാവസരങ്ങൾക്കുമപ്പുറം ഓരോ ശരാശരി ഇന്ത്യക്കാരൻ്റെയും സാമ്പത്തിക സുരക്ഷയുടെ അവസാന വാക്കാണ് സ്വർണം. കാലം എത്ര മാറിയാലും പുതിയ കാലത്തെ ക്രിപ്റ്റോ കറൻസികളോ ഡിജിറ്റൽ ആസ്തികളോ വന്നാലും സ്വർണത്തിനുള്ള തിളക്കം കുറയുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ചരിത്രപരമായി നോക്കിയാൽ സാമ്പത്തിക മാന്ദ്യങ്ങളിലും യുദ്ധങ്ങളിലും ആഗോള പ്രതിസന്ധികളിലും തളരാതെ നിന്ന ഏക നിക്ഷേപ മാർഗം സ്വർണമാണ്. ഇന്ന് നിങ്ങൾ 1 ലക്ഷം രൂപ സ്വർണത്തിൽ നിക്ഷേപിക്കാൻ തീരുമാനിച്ചാൽ അത് 1/4 നൂറ്റാണ്ടിന് ശേഷം, അതായത് 2050-ൽ നിങ്ങൾക്ക് നൽകാൻ പോകുന്ന നേട്ടം എത്രത്തോളമാകും എന്നത് കൗതുകകരവും ഒപ്പം ഗൗരവകരവുമായ ഒരു അന്വേഷണമാണ്. സ്വർണത്തിൻ്റെ വിലയെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ പലപ്പോഴും സങ്കീർണമാണ്. പണപ്പെരുപ്പം, സാമ്പത്തിക അനിശ്ചിതത്വം, ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ എന്നിവയെല്ലാം ഇതിൽ പ്രധാന പങ്കുവഹിക്കുന്നു. ഉദാഹരണത്തിന്, ലോകത്തിൻ്റെ ഏതെങ്കിലും മൂലയിൽ ഒരു യുദ്ധമുണ്ടായാലോ അല്ലെങ്കിൽ ആഗോള വിപണിയിൽ ഡോളറിൻ്റെ മൂല്യം ഇടിഞ്ഞാലോ സ്വർണ്ണവില കുതിച്ചുയരുന്നത് നാം കാണാറുണ്ട്. സുരക്ഷിതമായ ഒരു നിക്ഷേപ സങ്കേതം എന്ന നിലയിൽ നിക്ഷേപകർ കൂട്ടത്തോടെ സ്വർണത്തിലേക്ക് തിരിയുന്നതാണ് ഇതിന് കാരണം. 2026 ജനുവരിയിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ 24 ക്യാരറ്റ് സ്വർണത്തിന്റെ വില 10 ഗ്രാമിന് 1,42,540 രൂപയായി ഉയർന്നിരിക്കുന്നു. ഇത് കേവലം ഒരു സംഖ്യയല്ല, മറിച്ച് കഴിഞ്ഞ 6 വർഷത്തിനിടെ സ്വർണ്ണവിലയിലുണ്ടായ 3 ഇരട്ടി വർധനവിന്റെ നേർചിത്രമാണ്. 2020-ൽ വെറും 50,000 രൂപയുണ്ടായിരുന്ന സ്ഥാനത്താണ് ഇന്ന് ഈ വൻ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത്. ചരിത്രപരമായ പ്രവണതകൾ പരിശോധിച്ചാൽ സ്വർണത്തിന്റെ വളർച്ച അതിശയിപ്പിക്കുന്നതാണ്. കഴിഞ്ഞ 30 വർഷത്തെ കണക്കുകൾ വിശകലനം ചെയ്യുമ്പോൾ ഇന്ത്യയിൽ സ്വർണം പ്രതിവർഷം ശരാശരി 10.83% സംയുക്ത വാർഷിക വളർച്ചാ നിരക്ക് അഥവാ CAGR കൈവരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ ഇത് 14.35% വരെയായി ഉയർന്നു. രൂപയുടെ മൂല്യത്തകർച്ചയും ആഭ്യന്തര വിപണിയിലെ പണപ്പെരുപ്പവുമാണ് ഇന്ത്യയിൽ സ്വർണ്ണവില ഡോളർ നിരക്കിനേക്കാൾ വേഗത്തിൽ വർദ്ധിക്കാൻ പ്രധാന കാരണമായത്. അമേരിക്കൻ ഡോളറിൽ സ്വർണം വർഷം തോറും 5 മുതൽ 7% വരെ വളർച്ച നേടുമ്പോൾ ഇന്ത്യയിൽ അത് ഇരട്ടിയോളമാകുന്നത് നമ്മുടെ കറൻസിയുടെ മൂല്യത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ കൂടി കണക്കിലെടുക്കുന്നത് കൊണ്ടാണ്. ഇതിനർത്ഥം പണത്തിന്റെ മൂല്യം ഇടിയുമ്പോൾ നിങ്ങളുടെ സമ്പത്തിനെ സംരക്ഷിക്കുന്ന ഒരു കവചമായി സ്വർണം പ്രവർത്തിക്കുന്നു എന്നതാണ്. 2050-ലെ സ്വർണ്ണവിലയെക്കുറിച്ചിട്ടുള്ള വിദഗ്ധ പ്രവചനങ്ങൾ ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. ചൈന, റഷ്യ, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിലെ കേന്ദ്ര ബാങ്കുകൾ അവരുടെ കരുതൽ ശേഖരത്തിന്റെ വലിയൊരു ഭാഗം സ്വർണ്ണമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സ്വർണത്തിന് ആഗോളതലത്തിൽ വലിയ ഡിമാൻഡ് സൃഷ്ടിക്കുന്നു. സാങ്കേതിക വിദ്യയിലും ഹരിത ഊർജ്ജ മേഖലയിലും സ്വർണത്തിന് പുതിയ ഉപയോഗങ്ങൾ കണ്ടെത്തുന്നത് വരും കാലങ്ങളിൽ ഇതിന്റെ മൂല്യം ഇനിയും വർദ്ധിപ്പിക്കും എന്നതാണ് സൂചന. പല ആഗോള സാമ്പത്തിക വിദഗ്ധരുടെയും അഭിപ്രായത്തിൽ 2030 ആകുമ്പോഴേക്കും സ്വർണം ഔൺസിന് 5,000 മുതൽ 10,000 ഡോളർ വരെ എത്താൻ സാധ്യതയുണ്ട്. 2050 ആകുമ്പോഴേക്കും ഇത് 15,000 അതിലധികമോ ആയേക്കാം. ഇന്ത്യൻ സാഹചര്യത്തിൽ രൂപയുടെ വിനിമയ നിരക്കും ഇറക്കുമതി തീരുവയും കൂടി ചേരുമ്പോൾ ഈ വർധനവ് സാധാരണക്കാരൻ്റെ ചിന്തകൾക്കും അപ്പുറമായിരിക്കും. ഇന്ന് നിങ്ങൾ 1 ലക്ഷം രൂപ 24 സ്വർണത്തിൽ നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് ഏകദേശം 7.016 ഗ്രാം സ്വർണമാണ് ലഭിക്കുക. 2050 വരെ ഈ നിക്ഷേപം മാറ്റമില്ലാതെ തുടർന്നാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. ചരിത്രപരമായ ശരാശരി കണക്കായ 10% വാർഷിക വളർച്ചാ നിരക്കാണ് നാം കണക്കിലെടുക്കുന്നതെങ്കിൽ 2050-ൽ നിങ്ങളുടെ ഈ നിക്ഷേപം ഏകദേശം 9.85 ലക്ഷം രൂപയായി മാറും. എന്നാൽ വളർച്ചാ നിരക്ക് 12% ആണെങ്കിലോ അത് 15 ലക്ഷം രൂപ വരെയായി ഉയരാൻ സാധ്യതയുണ്ട്. ഇതിനെ മറ്റു നിക്ഷേപ മാർഗങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ മൂല്യം ബോധ്യപ്പെടുക. ഉദാഹരണത്തിന് 1 ലക്ഷം രൂപ ഇന്ന് ബാങ്ക് സ്ഥിര നിക്ഷേപത്തിൽ, അതായത് FDയിൽ ഇട്ടാൽ നിലവിലെ പലിശ നിരക്കുകൾ പ്രകാരം 2050-ൽ അത് 5 ലക്ഷം രൂപയിൽ താഴെ മാത്രമേ എത്തുകയുള്ളൂ. അതായത് സ്വർണത്തിൽ നിന്നുള്ള ലാഭം പാരമ്പര്യ നിക്ഷേപങ്ങളെക്കാൾ 2-3 ഇരട്ടി അധികമായിരിക്കും. എന്നിരുന്നാലും സ്വർണ്ണ നിക്ഷേപത്തിന് അതിൻ്റേതായ വെല്ലുവിളികളും അപകട സാധ്യതകളുമുണ്ട്. വിലയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ ഹ്രസ്വകാല നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ടാക്കുന്നതാണ്. എന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഈ ചാഞ്ചാട്ടങ്ങൾ സ്വർണത്തിൻ്റെ മൊത്തത്തിലുള്ള വളർച്ചയെ കാര്യമായി ബാധിക്കാറില്ല. ആഭരണങ്ങളായി സ്വർണം വാങ്ങുമ്പോൾ പണിക്കൂലിയും തേയ്മാനവും ലാഭവിഹിതത്തിൽ കുറവ് വരുത്തും. അതിനാൽ ശുദ്ധമായ സ്വർണ്ണ തോല ബാറുകളോ നാണയങ്ങളോ അല്ലെങ്കിൽ ഡിജിറ്റൽ സ്വർണമോ സോവറിൻ ഗോൾഡ് ബോണ്ടുകളോ ആണ് നിക്ഷേപത്തിന് കൂടുതൽ അനുയോജ്യം. പ്രത്യേകിച്ചും ഗോൾഡ് ബോണ്ടുകൾ അധിക പലിശയും നികുതി ആനുകൂല്യങ്ങളും നൽകുന്നതിനാൽ ആധുനിക നിക്ഷേപകർക്കിടയിൽ ഇതിന് വലിയ പ്രചാരമുണ്ട്. 2050-ലേക്ക് ഉറ്റുനോക്കുമ്പോൾ സ്വർണത്തിൻ്റെ പ്രസക്തി വർദ്ധിക്കാനേ സാധ്യതയുള്ളൂ. പ്രകൃതിദത്തമായ ഈ ലോഹത്തിൻ്റെ ഖനനം കുറഞ്ഞു വരുന്നതും ഡിമാൻഡ് കൂടുന്നതും വിലയെ സ്വാഭാവികമായും മുകളിലേക്ക് നയിക്കും.
ഭാവിയിലെ സാമ്പത്തിക ലോകം ഡിജിറ്റൽ പേയ്മെന്റുകളാൽ നിയന്ത്രിക്കപ്പെടുമെങ്കിലും എല്ലാത്തിനും പിന്നിലെ സുരക്ഷിത ആസ്തിയായി സ്വർണം തന്നെ നിലനിൽക്കും. പണപ്പെരുപ്പത്തെ നേരിടാനുള്ള ഏറ്റവും മികച്ച ആയുധമായി സാമ്പത്തിക വിദഗ്ധർ സ്വർണത്തെ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഒരു വ്യക്തിയുടെ നിക്ഷേപ പോർട്ട്ഫോളിയോയിൽ കുറഞ്ഞത് 10 മുതൽ 15% വരെ സ്വർണം ഉണ്ടായിരിക്കണം എന്നത് ഒരു ആഗോള തത്വമാണ്. ചുരുക്കത്തിൽ ഇന്ന് നിങ്ങൾ നടത്തുന്ന ഒരു ചെറിയ നിക്ഷേപം 2050 ഒരു വലിയ സാമ്പത്തിക ബാധ്യത തീർക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ റിട്ടയർമെന്റ് ജീവിതം സുരക്ഷിതമാക്കാനോ സഹായിക്കും. ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് സ്വർണത്തെ വിശ്വസിക്കുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല എന്ന് തന്നെയാണ്. സ്വർണത്തിന്റെ കഴിഞ്ഞ കാലത്തെ വളർച്ചയും ഭാവി പ്രവചനങ്ങളും വിശകലനം ചെയ്യുമ്പോൾ 2050 സ്വർണം നൽകുന്ന വരുമാനം മറ്റു പല പരമ്പരാഗത നിക്ഷേപങ്ങളെക്കാളും മികച്ചതായിരിക്കുമെന്ന് ഉറച്ചു പറയാം. നിക്ഷേപങ്ങൾ എല്ലായ്പ്പോഴും വൈവിധ്യവൽക്കരിക്കപ്പെടേണ്ടത് അത്യാവശ്യമാണെങ്കിലും സ്വർണത്തെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സാമ്പത്തിക പ്ലാനിംഗ് അപൂർണമായിരിക്കും. ഭാവിയിലെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് കൃത്യമായ ആസൂത്രണത്തോടെ സ്വർണത്തിൽ നിക്ഷേപിക്കുന്നത് നിങ്ങളുടെ സമ്പത്തിനെ സംരക്ഷിക്കുക മാത്രമല്ല, അത് കാലക്രമേണ വളരുകയും ചെയ്യുന്നു. 2050 ആഗോള സാമ്പത്തിക ക്രമം എന്തു തന്നെയായാലും സ്വർണത്തിന്റെ തിളക്കം കുറയില്ല എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതിനാൽ ഇന്ന് നിങ്ങൾ വാങ്ങുന്ന ഓരോ ഗ്രാം സ്വർണവും നാളത്തെ നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. ശരിയായ സമയത്ത് ശരിയായ തീരുമാനമെടുക്കുന്നവരാണ് എന്നും സമ്പത്തിന്റെ കാര്യത്തിൽ വിജയിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.